ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് സോഷ്യോളജിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നേച്ചർ ആൻഡ് ഡെഫിനിഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ സ്കോപ്പാണ് ഇനി പറയുന്നത്. സ്കോപ്പ് എന്ന് പറയുന്നത് സോഷ്യോളജിയുടെ വ്യാപ്തി അല്ലെങ്കിൽ സോഷ്യോളജിയിൽ ഉൾപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റ് മാറ്ററാണ്. അപ്പോൾ സ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോഷ്യോളജിയിൽ പ്രധാനമായിട്ടും രണ്ട് ചിന്താ പദ്ധതികളാണ് ഉള്ളത്. 2 schools of thought. അതിൽ ഒരെണ്ണം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർമലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ട് അഥവാ സ്പെഷ്യലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ട്. സെക്കൻഡ് വൺ സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ട്. ഫോർമലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ട് ആൻഡ് സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ട്. ഈ രണ്ട് ചിന്താ പദ്ധതികളും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് സ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം ഫോർമലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ടിൻ്റെ മെയിൻ പ്രൊപ്പോണൻസ് അഥവാ വക്താക്കൾ എന്ന് പറയുന്നത് മാക്സ് വെബർ, ഫെർഡിനാൻഡ് ടോണിസ്, ആൽബിയൻ സ്മോൾ, ആൽഫ്രഡ് വിർക്കാൻഡ്. ഈ 4 സോഷ്യോളജിസ്റ്റുകളാണ് ഫോർമലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ടിൻ്റെ പ്രധാന വക്താക്കൾ. അപ്പോൾ ഇനി ഇവരെന്താണ് ഈ സ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് നോക്കാം. ഇവരുടെ അഭിപ്രായത്തിൽ സോഷ്യോളജി എന്ന് പറയുന്നത് പ്യുവർ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആണ്, ശുദ്ധവും സ്വതന്ത്രവുമായ ശാസ്ത്രമാണ് എന്നാണ് ഈ വക്താക്കൾ പറയുന്നത്. ശുദ്ധശാസ്ത്രമാണ്, സ്വതന്ത്ര ശാസ്ത്രമാണ്. അപ്പോൾ ഇവരുടെ അഭിപ്രായത്തിൽ സോഷ്യോളജി ചില പ്രത്യേകമായ സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ എന്നാണ് ഇവരുടെ വാദം. ചില പ്രത്യേക സാഹചര്യങ്ങളിലുള്ള ചില പ്രത്യേക സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച് അമൂർത്തമായാണ് സോഷ്യോളജിയിൽ പഠിക്കുന്നു എന്നിവർ പറയുന്നു. അതുകൊണ്ട് സോഷ്യോളജിയുടെ വ്യാപ്തി വളരെ പരിമിതമാണ്. ഇവർ സോഷ്യോളജിയുടെ വ്യാപ്തിയെ വളരെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്, ലിമിറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വാദം അനുസരിച്ചിട്ട് ഫോർമലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ട് അനുസരിച്ചിട്ട് സോഷ്യോളജിയുടെ വ്യാപ്തി അഥവാ സ്കോപ്പ് വളരെ ലിമിറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിന്താ പദ്ധതി എന്താണെന്ന് നോക്കാം. അത് സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ടാണ്. ഈ സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ട് അനുസരിച്ചിട്ട് അവർ പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത് വിവിധ സാമൂഹിക ശാസ്ത്രങ്ങളുടെ സിന്തസിസ് ആണ് അഥവാ സമന്വയമാണ്. വിവിധ സാമൂഹിക ശാസ്ത്രങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ടാണ് സോഷ്യോളജി രൂപം കൊണ്ടിട്ടുള്ളത് എന്ന് പറയുന്നു. അത് പ്രകാരം സോഷ്യോളജി ഒരു പൊതുവായ ശാസ്ത്രമാണ്, ജനറൽ സയൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യാപ്തി വളരെ ബ്രോഡാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചിന്താ പദ്ധതി അനുസരിച്ചിട്ട് ഈ സോഷ്യോളജിയിൽ സമൂഹത്തിൻ്റെ എല്ലാ ഘടകങ്ങളെക്കുറിച്ചും വിവിധ ആസ്പെക്റ്റുകളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വാദം വിവിധ ആസ്പെക്റ്റുകൾ, വിവിധ ഘടകങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ഒന്നിനെ മാത്രം മാറ്റി നിർത്തി പ്രത്യേകമായിട്ട് പഠിക്കുവാൻ സാധ്യമല്ല. എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് സോഷ്യോളജി എല്ലാ ഘടകങ്ങളെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് സോഷ്യോളജി ഒരു ജനറൽ സയൻസ് ആണ്, പൊതുവായ ശാസ്ത്രമാണ്. അതോടൊപ്പം അതിൻ്റെ വ്യാപ്തി എന്താണ്, വളരെ വിശാലമാണ്, ബ്രോഡാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ വക്താക്കൾ എന്ന് പറയുന്നത് എമിലി ഡർക്കിം, മോറിസ് ഗിൻസ്ബർഗ്, ലിനാർഡ് ഹോപ്ഹൗസ്, പിട്രിം സോറോക്കൻ. ഈ 4 സോഷ്യോളജിസ്റ്റുകളാണ് സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ടിൻ്റെ വക്താക്കൾ. അപ്പോൾ ഇവർ രണ്ടും വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒന്നിന് പറഞ്ഞു ഫോർമലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത് ശുദ്ധവും സ്വതന്ത്രവുമായ ശാസ്ത്രമാണ്. സിന്തറ്റിക് സ്കൂൾ പറയുന്നു പൊതുവായ ശാസ്ത്രമാണ്, അത് വിവിധ സാമൂഹിക ശാസ്ത്രങ്ങളുടെ സമന്വയമാണ്.
രണ്ടാമത് ഫോർമലിസ്റ്റിക് സ്കൂൾ പറയുന്നുണ്ട് അതിൻ്റെ വ്യാപ്തി വളരെ ലിമിറ്റഡ് ആണ്, പരിമിതമാണ്. പക്ഷേ സിന്തറ്റിക് സ്കൂൾ പറയുന്നത് അതിൻ്റെ വ്യാപ്തി വളരെ ബ്രോഡാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടും വിരുദ്ധമായ അഭിപ്രായങ്ങളാണ് വ്യാപ്തിയെക്കുറിച്ച് ഈ രണ്ട് സ്കൂൾസ് ഓഫ് തോട്ടും അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ പോർഷനാണ്, ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇന്ന് ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സോഷ്യോളജി ആൻഡ് അതർ സോഷ്യൽ സയൻസസ് അതെടുക്കാം. അതിൻ്റെ റിലേഷൻഷിപ്പും സിമിലാരിറ്റീസും ഡിഫറൻസും ഒക്കെ എടുക്കാം. ഇന്ന് ഈ ഒരു ചെറിയ ടോപ്പിക്ക് മാത്രം. ഓക്കെ, താങ്ക് യു.